സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ലൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പോക്ക്. ഇതിന് മുന്നേയൊക്കെ അസ്ഥി ഉരുക്കെന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ ഇതിന് അസ്ഥിയുമായിട്ട് ഈ ഒരു അസുഖത്തിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. എന്താണ് ലൂക്കോറിയ? അത് നോർമലും ഉണ്ട്, അബ്നോർമലും ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ മെൻസസ് ആവുന്നതിന് 2-3 ദിവസം മുന്നേ ലൂക്കോറിയ വരുന്നെങ്കിൽ അത് കംപ്ലീറ്റ്ലി നോർമലാണ്. ഫിസിയോളജിക്കൽ ചേഞ്ച് ആണ്, അത് എല്ലാവർക്കും വരുന്ന ചാൻസ് ഉള്ളതാണ്. ഇനിയും പീരിയഡ്സിൻ്റെ സൈക്കിളിൻ്റെ 12th, 13th, 14th, 15th ഡേ ഒക്കെ വരുന്നെങ്കിൽ അതും കംപ്ലീറ്റ്ലി നോർമലാണ്. ഈസ്ട്രജൻ്റെ എമൗണ്ട് കൂടുമ്പോൾ ഓവുലേഷൻ സമയത്ത് ഓവർ റിലീസ് ചെയ്യുമ്പോൾ ആ ഒരു ഇത് കാണാറുണ്ട്. അബ്നോർമൽ ടൈപ്പ് ഓഫ് ലൂക്കോറിയ എന്താണ്? നിങ്ങൾക്ക് വെള്ളപ്പോക്കിൻ്റെ കൂടെ ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ്, ബാക്ക് പെയിൻ, ക്ഷീണം, അതോടൊപ്പം തന്നെ തലവേദന വരിക, ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂടുതൽ വരിക, ഇതൊക്കെ അതിൽ കളർ ഡിഫറൻസ് വരിക, ഇതൊക്കെ അബ്നോർമലാണ്. ഇത് മെയിൻലി ഈസ്റ്റും ബാക്ടീരിയലാണ് കാണുന്നത്. ഈസ്റ്റിൻ്റെ ആണെങ്കിൽ അതൊരു തൈരിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കാം ഡിസ്ചാർജ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇച്ചിങ്ങും ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാറുണ്ട്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് നിങ്ങൾക്ക് ഉള്ളെങ്കിൽ ഒരു പക്ഷേ അത് യെല്ലോ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളറൊക്കെ ആവാം. അതോടൊപ്പം തന്നെ അസഹനീയമായ സ്മെൽ, എക്സ്പെഷ്യലി അതൊരു ഫിഷി ഓർഡറൊക്കെ ആയിട്ട് കാണുന്നതാണ്. സോ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, നിങ്ങളുടെ ലൂക്കോറിയ അബ്നോർമൽ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം. ഹോമിയോപ്പതിയിലും നമുക്ക് എഫക്റ്റീവായിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റാവുന്നതാണ്. താങ്ക് യു.